നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വന്ദേ ഭാരത് മിഷൻ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. അത് ഇപ്പോൾ രക്ഷയായിരിക്കുന്നത് അജ്മാനിലെ ഈ മലയാളികൾക്കാണ്. വിസ ഏജന്റുമാരുടെ തട്ടിപ്പിൽ കുടുങ്ങി പീഡനം ഏറ്റുവാങ്ങുകയും പിന്നീട് കയറിൽ തൂങ്ങി അതിസാഹസികമായി രക്ഷപ്പെടുകയും ചെയ്ത യുവതിയടക്കം 3 പേരാണ് വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയത്. ഇവരിൽ ഒരാൾ മലയാളിയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഷെൽട്ടറിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് അധികൃതർ തന്നെയാണ് വിമാന ടിക്കറ്റ് നൽകി തിരികെ അയച്ചത്. മാസങ്ങളോളം പുറം ലോകം കാണാതെ അജ്മാനിലെ കുടിസുമുറിയിൽ ഭക്ഷണം പോലും ലഭിക്കാതെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി കഴിയുകയായിരുന്നു ഇവർ. ആ 5 പേരിൽ ഒരു യുവതി മലയാളി സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്നും അതിസാഹസികമായി കയറിൽ തൂങ്ങി രക്ഷപ്പെട്ടതാണ് മറ്റുള്ളവരുടെ രക്ഷയിലേക്കും നയിച്ചത്. മറ്റ് 2 പേരെ പിന്നീട് സാമൂഹിക പ്രവർത്തകർ രക്ഷപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി സ്വദേശിനികളാണ് മലയാളി യുവതികൾ. മറ്റുള്ളവരിൽ 2 ആന്ധ്ര സ്വദേശിനികളും ഒരാൾ മുംബൈക്കാരിയുമാണ്. ഡൽഹി സ്വദേശിനിയായ ഏജന്റിന്റെ കീഴിലായിരുന്നു 5 പേരും അജ്മാനിൽ താമസിച്ചിരുന്നത്. വൻ തുക വിസയ്ക്ക് നൽകിയാണ് ഡൽഹിക്കാരിയുടെ കേരളത്തിലെ ഏജന്റ് ഇവരെ UAE-യിലേക്ക് അയച്ചത്. അജ്മാനിൽ അൽമദീന പോലീസ് സ്റ്റേഷന് അടുത്തുള്ള കെട്ടിടത്തിലായിരുന്നു യുവതികളെ താമസിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത്. 1 വർഷത്തോളം ഈ മുറിയിൽ ഭയന്ന് കഴിയുകയായിരുന്നു ഇവർ. ഏജന്റ് വാഗ്ദാനം ചെയ്തിരുന്ന ജോലി ആർക്കും ലഭിച്ചതുമില്ല. സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഏറെ നാളുകളായിരുന്നു. ഇത് പുതുക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഏജന്റ് തയ്യാറായില്ല. ഇതേക്കുറിച്ച് ചോദിച്ചാൽ ക്രൂരമായ മർദ്ദനം മാത്രമായിരുന്നു മറുപടി. രക്ഷപ്പെടുത്തുമ്പോൾ ഇവരുടെ ദേഹമാസകലം തന്നെ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. പീഡനം സഹിക്കവയ്യാതെ യുവതികളിൽ ഒരാൾ തന്റെ കഥ വിവരിച്ച വീഡിയോ എടുത്ത് പരിചയക്കാർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ തങ്ങൾ താമസിക്കുന്ന കേന്ദ്രം കൃത്യമായി ഇവർക്ക് അറിയില്ലായിരുന്നു. വീഡിയോ കണ്ട സാമൂഹിക പ്രവർത്തകർ അന്വേഷണത്തിലൂടെ സ്ഥലം കണ്ടെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. താഴെ നിന്ന് എറിഞ്ഞുകൊടുത്ത കയറിൽ തൂങ്ങി സാഹസികമായി യുവതികളിൽ ഒരാൾ താഴേക്കിറങ്ങി. യുവതി ഒടുവിൽ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഈ വീഴ്ചയിൽ അവർക്ക് പരിക്കേറ്റില്ല. രക്ഷപ്പെട്ട യുവതി പറഞ്ഞതനുസരിച്ചാണ് മറ്റുള്ളവരെ കണ്ടെത്തിയത്. ഇതുപോലെ അനധികൃത വിസ ഏജന്റിന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർ അജ്മാനിൽ ഒട്ടേറെയുണ്ടെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. മിക്കപ്പോഴും സ്ത്രീകൾ തന്നെയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവർ ആളുകൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുക എന്നതും വളരെ വിരളമാണ്. അജ്മാനിലെ ചില പ്രമുഖ വ്യക്തികളും മലയാളി അഭിഭാഷകരും ഇവർക്ക് ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നതായും ആരോപണം ഉയർന്നുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്ന് സാമൂഹിക പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.